സിരിജി, ഡോളറിന് പകരം പുതിയ കറൻസി കൊണ്ടുവരാൻ ബ്രിക്സ് രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് ട്രംപിനോട് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള കറൻസിയും കൊണ്ട് നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ പച്ചത്തെറിയാണ് ഈ രാജ്യങ്ങളോട് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഒരു അമേരിക്കൻ പ്രസിഡന്റ്, ലോകം മുഴുവൻ ഇട്ടുനോക്കുന്ന ഒരു രാജ്യത്തെ പ്രസിഡന്റ് ഇത്തരത്തിൽ മോശം വൃത്തികെട്ട വാക്ക് പറയുന്നതിനോട് എന്താ സംഭവം? എന്താ അതിൽ? അത് ശരിക്കും പറഞ്ഞാൽ ഈ അമേരിക്കൻ ഡോളറിന് പകരമായിട്ട് ഒരു കറൻസി വേണമെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയാൻ ഇന്ത്യയും ചൈനയും റഷ്യയും അടങ്ങുന്ന വലിയ രാജ്യങ്ങളുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയാണ് തെറി വിളിച്ചത്. ഇന്ത്യ ഉൾപ്പെടെ, പക്ഷേ ഇന്ത്യ അല്ല, ഇത് തെറി കൃത്യമായിട്ട് വിളിച്ചത് ചൈനയാണ്. ഇത്രയാണ് പറയുന്നത്. അതായത് ഈ ഡോളറിന് പകരമായിട്ട് നിങ്ങളൊരു കറൻസിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കച്ചവടത്തിന് ഞങ്ങളെ കിട്ടില്ല, ഇനി കച്ചവടം ചെയ്യാൻ പോയി സക്രന്മാരെ വേറെ തിരക്കിക്കോണമെന്ന്. അത്രയും മോശമായ ഭാഷയാണ് ഈ ട്രംപ് ഉപയോഗിച്ചത്. അപ്പോൾ ട്രംപ് എന്ന് പറയുന്നത് നിലവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇത്രയും മോശമായ ഭാഷ ആരും പ്രതീക്ഷിച്ചില്ല. സ്വാഭാവികമായി അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ ഒരു ധാർഷ്ട്യം കാണിക്കും. പക്ഷേ ട്രംപ് വളരെ പച്ചയ്ക്ക് പറയുകയാണ്. ഇവിടെ പച്ചയ്ക്ക് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഡോളറിന് പകരം പുതിയൊരു കറൻസി വന്നു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ പ്രതാപത്തിന് മങ്ങലേൽപ്പിക്കും. ഇപ്പോൾ അറിയാലോ, ലോകത്ത് നടക്കുന്ന എല്ലാ ട്രേഡുകളുടെയും ഏതാണ്ട് 90% ഡോളറിലാണ് നടക്കുന്നത്. അപ്പോൾ ഡോളറിന് പകരമായിട്ടൊരു കറൻസി എന്ന് പറയാൻ ചൈനയുടെ യുവാൻ എന്ന് പറയുന്ന കറൻസിയെ കൊണ്ടുവരണമെന്നാണ് ചൈനയുടെ ആഗ്രഹം. കാരണം ഈ അമേരിക്കയ്ക്കെതിരെ അമേരിക്ക ഉൾപ്പെടാത്ത ഒരു വലിയ സഖ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രിക്സ് ആണ്. അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, UAE, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ സഖ്യം. ഇതിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യ ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമാണ്. ഏറ്റവും അധികം ജനസംഖ്യയുള്ള മറ്റു രാജ്യമാണ് ചൈന. അതുപോലെ വലിയൊരു രാജ്യമാണ് റഷ്യ. ഈ രാജ്യത്തെ ജനസംഖ്യ വന്നാൽ തന്നെ എത്രയാവും ആലോചിച്ചു. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നാണ് റഷ്യ. അതുപോലെ ഏറ്റവും അധികം വിസ്തൃതിയുള്ള രാജ്യമാണ് ബ്രസീൽ, ചൈന, ഇന്ത്യ. ഈ രാജ്യങ്ങളുടെ വിസ്തൃതി എത്രയാണ്? അപ്പോൾ ലോക രാജ്യങ്ങളുടെ ഏതാണ്ട് 45% വരുന്നത് ഈ ബ്രിക്സ് രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ബ്രിക്സുകാർ നാളെ ഒരു കറൻസിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഡോളറിൻ്റെ വില ഇടിയും. അപ്പോൾ ഇത്രയും കാലം അമേരിക്ക പിടിച്ചു നിന്ന് ഡോളർ ആവശ്യം പോലെ അവർ അച്ചടിച്ചിറക്കും. എന്നിട്ട് ഈ ഡോളറിൽ മാത്രമാണ് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപാരം നടക്കുന്നത്. എണ്ണ വ്യാപാരം നടക്കും, കച്ചവട സാധനങ്ങളുടെ വ്യാപാരം നടക്കും, അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ വ്യാപാരം നടക്കും. ഇതെല്ലാം ചെയ്യുന്ന ഡോളറിലാണ്. അപ്പോൾ ഡോളറിനൊരു പണി കൊടുക്കണമെന്ന് സ്വാഭാവികമായിട്ടും ബ്രിക്സ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യ അങ്ങനെ നേരിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നിട്ടും ഈ സൗദിയുമായിട്ട് എണ്ണക്കച്ചവടം നടന്നപ്പോൾ ഇന്ത്യ റുപ്പീസിലാണ്, അതായത് ഇന്ത്യൻ റുപ്പീലാണ് കൈമാറ്റി. അന്ന് പെട്രോ ഡോളറിൻ്റെ വില ഇടിയൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ അവർക്കുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, അമേരിക്കയ്ക്ക് ഏറ്റവും അധികം ഭീഷണിയാകാൻ സാധ്യതയുള്ള രാജ്യം ചൈനയാണ്. മാത്രമല്ല ഷീ ജിൻപിങ് എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റിനെ ഈ ട്രംപിന് കണ്ടുകൂടാം. അപ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെയും ചൈനയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു 2045, 2050 ആകുന്നതോടുകൂടി ലോകത്തിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും വലിയ രാജ്യമായി മാറണമെന്നാണ്. അതിനുവേണ്ടി ദീർഘവീക്ഷണത്തോടെ കൃത്യമായ പദ്ധതികൾ ഇവർ നടപ്പാക്കുന്നുണ്ട്. ഇപ്പോൾ ഡോളർ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിനിമയം നടക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രമായ ഒരു കറൻസി ഉണ്ട്, യൂറോ എന്ന് പറഞ്ഞിട്ട്. 2ാം സ്ഥാനത്തേക്ക് യൂറോയാണ്. 3ാം സ്ഥാനത്താണ് ചൈനയുടെ ഈ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഡോളർ അല്ലേ എല്ലാ രാജ്യത്തെക്കാളും ഡോളറിന്റെ മൂല്യമല്ലേ ഏറ്റവും ഉയർന്നത്? അതെ, അത് എല്ലാ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുന്നത് ഡോളറിൽ കൂടെ വേണമെന്ന് പണ്ട് മുതലേ അമേരിക്ക തീരുമാനിക്കുകയും അവരതിനനുസരിച്ച് അതിനെ നിയന്ത്രിക്കുകയും ചെയ്തു. അപ്പോൾ അടിത്തട്ട് മുതൽ തന്നെ ഡോളറിലൂടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇടയ്ക്ക് യൂറോ വന്നു, അതിനുശേഷം ഈ യുവാൻ എന്ന് പറയുന്ന ചൈനീസ് കറൻസി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 4ാം സ്ഥാനത്താണ് ജപ്പാനിലെ യെൻ എന്ന് പറയുന്ന ഒരു കറൻസി. അത് കഴിഞ്ഞാണ് പൗണ്ട് UK-യിലെ. അതും കഴിഞ്ഞാണ് ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത് 10ാം സ്ഥാനത്തോ മറ്റോ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കറൻസികളൊക്കെ മാറ്റി യുവാൻ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പതുക്കെ ഡോളറിനുള്ള ആധിപത്യം നഷ്ടപ്പെടുകയും അമേരിക്കയെ പിന്തള്ളി ചൈന മുന്നോട്ട് വരികയും ചെയ്യും. ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല അമേരിക്കയുടെ ഒട്ടുമിക്ക പ്രൊഡക്ഷൻ, അവരുടെ ഈ സാധനങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ടല്ലോ, അത് ചൈനയിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചൈന ഒരു അറ്റംപ്റ്റ് നടത്തിയാൽ അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്ക് പറ്റില്ല. വലിയ ഭീഷണിയാണ് അവർക്ക് നേരിടേണ്ടി വരും. അപ്പോൾ അത്തരമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ വളരെ മോശമായ ഒരു ട്വീറ്റ് നടത്തിയിരിക്കുന്നത്. കാരണം ഞങ്ങൾക്കെതിരെ ഡോളറിന് പകരം എന്തെങ്കിലും കറൻസിയുമായിട്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾക്കെല്ലാം തന്നെ ഞങ്ങൾ നല്ല പണി തരും, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് 100% തീരുവ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 10% ആക്കി അത് 100% ആക്കുമെന്ന് പറഞ്ഞാൽ ആലോചിക്കുക. അതായത് നമ്മൾ ചൈനയിലെ ഒരു പ്രോഡക്റ്റ് 50 രൂപയ്ക്കാണ് അമേരിക്ക വിൽക്കേണ്ടത്. ഇതും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ 100% തീരുവ ആക്കിയാൽ 100 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. അപ്പോൾ 50 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് ആരും വാങ്ങും? അങ്ങനെ വാങ്ങില്ല. അപ്പം തീരുവ വർദ്ധിപ്പിക്കുന്ന അവരെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണിയാണ്. സത്യത്തിൽ ഇന്ത്യയുടെ അത്ര ഒരു ഭീഷണി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും തമ്മിൽ നല്ലൊരു ബന്ധം കാഴ്ചവെക്കുന്നുണ്ട്. ഇന്ത്യ അത് അത്ര
അത്ര കണ്ട് ബാധിക്കില്ല. ഇനി അടുത്തുള്ള റഷ്യയാണ്. റഷ്യയ്ക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. കാരണം റഷ്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ പുട്ടിനും ട്രംപും തമ്മിലുള്ള നല്ല ബന്ധമുണ്ട്. അപ്പോൾ നിലവിൽ പ്രതിപക്ഷ കക്ഷികൾ, അമേരിക്കയിലെ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ പറയുന്നത് എന്താ, ഈ റഷ്യയും അമേരിക്കയും തമ്മിലൊരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്, ട്രംപും തമ്മിൽ കൂട്ടുകെട്ടുണ്ട്. അപ്പോൾ അത് പൊളിക്കാൻ വേണ്ടി പറയാണ്, ബ്രിക്സിൽ ഒരു കറൻസിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, ഞങ്ങൾ നിങ്ങളെ എതിർക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പം റഷ്യയെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി ട്രംപ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ആത്യന്തികമായ ലക്ഷ്യം ചൈനയെ തന്നെയാണ്. അല്ല, അപ്പൊ ഇത്തരത്തിലൊരു പ്രസിഡന്റ് പിന്നെ എക്സ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും മോശമായ രീതിയിൽ ഒരു ട്വീറ്റ് ചെയ്യുമ്പോൾ അതിനെ മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കൊണ്ടത്? അല്ല, മറ്റു രാജ്യങ്ങളൊന്നും പറയണ്ട. കാരണം അമേരിക്ക എല്ലാ കാലത്തും എന്താ പറയുന്നത്, ഒരു വലിയ ഞങ്ങളൊരു വലിയ ലോക പോലീസാണെന്ന് പറയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഹങ്കാരം എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും സ്വീകരിക്കാറുണ്ട്. ഇപ്പോൾ ബൈഡൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ബറാക്ക് ഒബാമ ആയിക്കോട്ടെ, അങ്ങനെ ആര് വന്നാലും അവരുടേതായ ഒരു ആധിപത്യം അവർ കാണിക്കും. പക്ഷേ ട്രംപ് എന്താ പറയുന്നത് വെച്ചാൽ, ട്രംപ് കുറച്ചുകൂടെ പച്ചയ്ക്ക് കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ അല്പം മോശമായ ഭാഷ ഉപയോഗിക്കും. അത് ട്രംപിൻ്റെ ശൈലിയാണ്. അപ്പോൾ ട്രംപ് ഇതിനു മുമ്പ് അധികാരത്തിൽ വന്നപ്പോഴും ഇത്തരത്തിലുള്ള ഭാഷകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ട്രംപ് ഇങ്ങനെയാണ് എന്ന് ജനങ്ങൾക്കിടയിലുണ്ട്. ഇവിടെ എന്താ, ഇനി ട്രംപ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഡോളറിൻ്റെ വില നിലവാരം ഇടിക്കുക, അല്ലെങ്കിൽ ഡോളറിനെ മാറ്റിയിട്ട് ബ്രിക്സിൻ്റേതായ ഒരു കറൻസി കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാലുള്ള പ്രശ്നം അമേരിക്കയ്ക്ക് പിന്നീട് ലോക ഭൂപടത്തിലുള്ള സ്ഥാനം അത് താഴേക്ക് വരും. അപ്പോൾ അത് അവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഇങ്ങനെ ആക്രമണം അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചാൽ 100% നിങ്ങളുടെ തീരുവ വർദ്ധിപ്പിക്കും. അപ്പോൾ റഷ്യയിൽ നിന്നായിക്കോട്ടെ, ചൈനയിൽ നിന്നായിക്കോട്ടെ, ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ, ഏതൊരു പ്രൊഡക്റ്റും അവിടെ വിൽക്കാൻ കൊണ്ടുവന്നാൽ 100% തീരുവയാക്കേണ്ടി വരും. അങ്ങനെ തീരുവാക്കി കഴിഞ്ഞാൽ അത് വലിയ നഷ്ടത്തിലേക്ക് എത്തും. അപ്പോൾ ചൈന ഒരു പ്രൊഡക്ഷൻ ഹബ് ആയത് മുതൽ തന്നെ ഇവർക്കൊരു വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ആ ഭീഷണിയെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ട്രംപ്. അപ്പോൾ ട്രംപിന് ചൈനയോടുള്ള ദേഷ്യമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് വിചാരിക്കുന്നത് എന്താണ്, ഈ റഷ്യയോടും അല്ലെങ്കിൽ നമ്മളോ ഇന്ത്യയോടോ ഒക്കെയുള്ള ഒരു താല്പര്യക്കുറവാണ്. അതല്ല, സത്യത്തിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും ഈ ചൈനയുടെ നിലപാടിനോട് താല്പര്യക്കുറവാണ്. കാരണം ചൈന ഇപ്പം നമ്മളുമായിട്ട് നല്ല ബന്ധമൊക്കെ ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറും, പണി തരാം, അത് മുന്നിൽ കാണുന്നുണ്ട്. റഷ്യയ്ക്കും അറിയാം, റഷ്യയും ചൈനയും നല്ല സൗഹൃദമൊക്കെ ആണെങ്കിലും റഷ്യ അട്ടിമറിച്ച് സൈനിക ശക്തിയിൽ മുന്നേറാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യയെക്കാട്ടി സാമ്പത്തിക ശക്തി ചൈനയ്ക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് കാണുന്നത് ചൈനയാണ്. അതുകൊണ്ട് അവിടുത്തെ ഉൽപ്പന്നങ്ങളൊക്കെ വളരെ ചീപ്പ് ലേബറിൽ ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട്, അത് തന്നെ അവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ചൈനയ്ക്ക് ഒത്തിരി പൈസ ഉള്ളതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ഇടിച്ചു കയറാമെന്ന് ഇന്ത്യക്കും അറിയാം, റഷ്യയ്ക്കും അറിയാം. അതുകൊണ്ട് നമ്മളതിനെ പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല. അത് അമേരിക്കയ്ക്കും അറിയാം. അതുകൊണ്ടാണ് അമേരിക്ക നേരിട്ട് ചൈനയെ പറയാതെ ചീത്ത വിളിക്കുന്നത്. അതായത് നിങ്ങളുടെ യുവാനും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ നിനക്കെല്ലാം ഞങ്ങൾ പണി തരും എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇനി ഇന്ത്യയെ സഹായിക്കുന്ന ഒരു പരിപാടിയാണ് ട്രംപിൻ്റെ ഇതിലുള്ളത്. കാരണം G7 ലോകത്തിലെ 7 മികച്ച രാജ്യങ്ങളാണ്, ഗ്രേറ്റർ 7 എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച 7 രാജ്യങ്ങൾ, അതിൽ ഇന്ത്യയില്ല. അപ്പോൾ അമേരിക്ക പറഞ്ഞേക്കുന്നത് ട്രംപ് അധികാരത്തിൽ വന്നാൽ ചിലപ്പോൾ ഇന്ത്യയെ കൂടെ അതിൽ ഉൾപ്പെടുത്തും. അങ്ങനെ G7 എന്ന് പറയുന്നത് G8 ആയിട്ട് മാറും. അപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന വലിയൊരു ഭീഷണിയുള്ള ഒരു കൂട്ടായ്മ. G7 പോലെ തന്നെ ഒരു വലിയ ശക്തിയാണ് നമ്മുടെ ബ്രിക്സും. പക്ഷേ ബ്രിക്സിൻ്റെ പ്രത്യേകത ലോകത്തെ മൊത്തം ഭൂവിസ്തൃതി 45% ബ്രിക്സിലാണ്. പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇവിടെ. അപ്പോൾ ലോകത്ത് അമേരിക്ക ഇല്ലാത്ത ഏറ്റവും വലിയൊരു സഖ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രിക്സ് ആണ്. അതിൻ്റെ ഒരു അസൂയയും അതിൻ്റെ ഒരു ഭീഷണിയൊക്കെ ഉണ്ടാകും, മനസ്സിലായിക്കൂടെ? ഈ ചൈന ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ പുതിയ കറൻസിയുമായി വരാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? അത് ചൈന അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ബ്രിക്സ് പുതിയൊരു കറൻസി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കറൻസി എന്താണെന്നോ പുതിയൊരു കറൻസി നിർമ്മിക്കണമെന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ചൈന വെറുതെ പറയുകയാണ്, നമുക്ക് യുവാൻ ഉപയോഗിച്ചാലോ, യുവാൻ ഒരുപാട് പേര് ഉപയോഗിക്കുന്നല്ലോ. കാരണം ചൈനയിൽ വലിയ ജനസംഖ്യയുണ്ട്, ഇന്ത്യയിലും വലിയ ജനസംഖ്യയുണ്ട്. അപ്പോൾ ഇന്ത്യയും ചൈനയൊക്കെ അതങ്ങ് തീരുമാനിച്ചാൽ യുവാനിലൂടെ പിന്നെ കൈമാറ്റം നടക്കും. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ കരുതൽ ധനമായി ഇത്ര രൂപ ശേഖരിച്ച് വെക്കുന്നു. നമ്മൾ കരുതൽ ധനം ശേഖരിക്കുന്ന ഡോളറിലാണ്. നാളെ ആ ഡോളർ മാറി യുവാനിലായാൽ ചൈന ശക്തി ആർജിച്ചില്ലേ? അപ്പോൾ അവരുടെ ലക്ഷ്യം ഇതാണ്, പതിയെ പതിയെ ശക്തി ആർജിച്ചു വരിക. അമേരിക്ക എല്ലാ കാലത്തും ചൈനയെ വളർത്താൻ വേണ്ടി അവിടെ പ്രൊഡക്ഷൻ നടത്തുന്നു, സാമ്പത്തിക സഹായം നൽകുന്നു, എല്ലാം ചെയ്തു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ചൈന അമേരിക്കയ്ക്ക് ഭീഷണിയായി വന്നു. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ചൈന നാളെ അമേരിക്കയെ അട്ടിമറിക്കും. ഇത് കൃത്യമായിട്ട് ട്രംപ് തിരിച്ചറിയുന്നു. എന്നിട്ട് പറയുകയാണ്, ഒരുത്തനുമായിട്ടും ഞങ്ങൾ ഇനി ഒരു കച്ചവടം നടത്തില്ല. ഞങ്ങളുമായി കച്ചവടം നടത്തണമെങ്കിൽ മര്യാദയ്ക്ക് ഞങ്ങളോട് യോജിച്ച് നിന്നോണം. ഡോളറിനെ തകർത്ത് കറൻസിയോ മറ്റേതെങ്കിലും സാധനമായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. നിങ്ങളെ ഞങ്ങൾ ശത്രുരാജ്യം പോലെ കാണും. പിന്നെ വ്യാപാരത്തിനോ കച്ചവടത്തിനോ ഒന്നും ഞങ്ങളുമായിട്ട് ഒരു ബന്ധവും പുലർത്തരുത്. അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ യൂറോപ്യൻ രാജ്യങ്ങളെ ട്രേഡിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ ഒരാളും ഇഷ്ടപ്പെടില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സമ്പന്നമാണ്. ചൈന ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, മറ്റ് ചെറിയ രാജ്യങ്ങളെല്ലാം തന്നെ ട്രേഡിന് ഈ അമേരിക്കയെ ആശ്രയിക്കണം. അപ്പോൾ അമേരിക്ക ഈ മുന്നറിയിപ്പ് നൽകുമ്പോൾ എല്ലാ രാജ്യങ്ങളും പേടിക്കും. അപ്പോൾ ബ്രിക്സിലെ എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ അമേരിക്കയെ പറയുന്ന
പറയുന്നതിനെ എതിർക്കുകയില്ല, എന്നാൽ അനുകൂലമായി സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ചൈനയെ കൃത്യമായി ഉന്നം വെച്ചിട്ട് പറയുകയാണ്, കൂടുതൽ കളിക്കാൻ നിൽക്കരുത്, നിനക്കൊക്കെ 100% തീരുവ ഏർപ്പെടുത്തും. അപ്പോൾ ചൈന കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ, അറിയാലോ ലോകരാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കൊടുക്കുന്നത് ചൈനയാണ്, ചൈനീസ് ഉൽപ്പന്നങ്ങൾ. ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ 100% തീരുവ കൂട്ടിയാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ആ വില കൂടിയ സാധനം ആരും മേടിക്കില്ല. അപ്പോൾ ചൈനയുടെ വിപണി തകരും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭീഷണിയാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഒരു പ്രസിഡന്റിന് ചേർന്ന വാക്കുകളോ ഭാഷയോ അല്ല അദ്ദേഹം ഉപയോഗിച്ചതെന്നുള്ളത് വലിയ വിമർശനം ഉയർന്നുണ്ട്. എന്തായാലും അത്തരം വിമർശനമൊക്കെ ഉയർന്നാലും ട്രംപിന്റെ ചില നിലപാടുകൾ ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ?